നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കരിങ്കല്ലത്താണി ഭാഗത്ത് 30ഓളം കുടുംബങ്ങൾ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ ചേർന്ന് പെരുന്നാൾ സൽക്കാരമൊരുക്കി. ആദ്യമായിട്ടാണ് ഇത്തരമൊരു പരിപാടി നടക്കുന്നത്. ലഹരിക്കെതിരെ ഒന്നായവർ പ്രവർത്തിക്കും, റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കും. ഇതാണ് ലക്ഷ്യം. ഒരു റിപ്പോർട്ട് കാണാം. വിശദമായ വാർത്തയിലേക്ക്. മതസൗഹാർദ്ദ വേദിയൊരുക്കി ഒരു പ്രദേശത്തെ ഒരു കൂട്ടം ആളുകൾ നാടിന് തന്നെ മാതൃകയായി. അരക്കുപറമ്പ് കുറ്റിപ്പുളിയിലെ ശാന്തിനഗറിലുള്ളവരാണ് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ലഹരി വിരുദ്ധതയുടെയും സന്ദേശം പകർന്ന് പെരുന്നാൾ ഭക്ഷണം ഒരുക്കി ഒരുമിച്ചുണ്ടത്. സ്നേഹത്തിൻ്റെ ലഹരിയാണ് പുതുതലമുറക്കാർ ആവേശം പകർത്തിയത്. ഏകദേശം 30ഓളം വീട്ടുകാരാണ് ശാന്തിനഗറിൽ ഒത്തുകൂടിയത്. ഇവരിൽ എല്ലാ വിഭാഗം മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ചെറിയ പെരുന്നാൾ ഇവർ ഒരു വീടിൻ്റെ മുറ്റത്ത് പന്തലൊരുക്കി സ്ത്രീകളും കുട്ടികളും ചേർന്ന് ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം വിളമ്പി കഴിച്ചത്. ഈ പ്രദേശത്തുള്ളവരുടെ കൂട്ടായ്മയും സ്നേഹവുമാണ് തങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്നും പ്രദേശവാസിയായ കെ രാജൻ പറഞ്ഞു. ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ശാന്തിനഗർ നിവാസികൾ 30 വീടുകൾ താമസക്കാരുണ്ട്. വിവിധ മതസ്ഥരാണ്. ഹിന്ദു മുസ്ലിം കൂട്ടായ്മയോടുകൂടി കഴിയുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ ഐക്യത്തിനും നമ്മുടെ നാടിൻ്റെ മതേതരം ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അത് ഇന്ന് ഈ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് മയക്കുമരുന്നും മദ്യവും. ഇപ്പം നമ്മുടെ അടുത്ത തലമുറകൾ അങ്ങനെ പോവാതെ ഇവിടെ നല്ലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് അടുത്ത തലമുറകളെയും നമ്മളെ നാടിന് ഉതകുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശം കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉദ്യമത്തിനുണ്ട്. ഞങ്ങളിവിടെ ഒരു ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് സാധ്യമായത് എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടിയാണ്. എല്ലാവരും 2 കൈയും നീട്ടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അതേ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തൊരു ഓണം ഞങ്ങൾ ഇതേമാതിരി ഒരു വീട്ടിൽ എല്ലാവരും കൂടി സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ട് ഓണക്കളികളും പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് ഇവിടെ ഒരു കൂട്ടായ്മ നാടിനെ മാതൃകയായിക്കൊണ്ട് രൂപീകരിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രദേശത്തെ വീട്ടുകാരും മറ്റുള്ളവരും സഹകരിച്ചാണ് ഇതിന് ആവശ്യമായ തുക കണ്ടെത്തിയത്. വരാൻ പോകുന്ന ഓണം, പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങളും ഈ രീതിയിൽ ആഘോഷിക്കുമെന്ന് സംഘടക സമിതി അംഗം ഉസ്മാൻ പറഞ്ഞു. 150-ലധികം പേർ പെരുന്നാൾ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. ഇവരുടെ പാട്ടും ഡാൻസും ആഘോഷത്തിന് മാറ്റുകൂട്ടി. നമസ്കാരം. അരക്കുപറമ്പ് കുറ്റിപ്പുളി ശാന്തിനഗർ നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു ചെറിയ പെരുന്നാൾ ആഘോഷമാണിത്. ഞങ്ങൾ ഇനി ഒരു വർഷത്തിൽ ഒരു പെരുന്നാളും ഒരു ഓണവുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു.